അപ്പോൾ നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തലശ്ശേരി സ്റ്റൈലിൽ നമ്മൾ മസാലയൊക്കെ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കഴുകിയെടുക്കാം. മഞ്ഞളിട്ട് കഴുകിയാൽ ഇതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻസൊക്കെ ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇത് കഴുകിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് വെക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ ഇത് മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം. നല്ലതിൽ ഉപ്പൊക്കെ നന്നായി പിടിച്ച് വരട്ടെ. ഇനി നമുക്കിതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം പച്ചക്കൊത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് സവാള മറ്റേ ഹോൾ മസാല ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, വലിയ ഏലക്കായ്, ചെറിയ ഏലക്കായ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പിന്നെ ഒരു ബേ ലീഫും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ മല്ലിയൊക്കെ നന്നായി വഴന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. അല്ലെങ്കിൽ ഇതിലിരുന്നിട്ട് ഓവർ കുക്കായിപ്പോവും. അപ്പോൾ നമ്മൾ കയ്പ്പ് രസമായിപ്പോവും. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കൊപ്ര ഉണ്ടെങ്കിൽ ഡ്രൈ കോക്കനട്ട് വെള്ളം പറ്റിയ തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊപ്ര ചേർത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് ഇങ്ങോട്ട് ഫ്രൈ ചെയ്താൽ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്നും കിട്ടും. അപ്പോൾ മസാലയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് രണ്ടിനും വെവ്വേറെ പാകം സമയമെടുക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ച മസാലയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ആ ചീനച്ചട്ടിയുടെ ചൂടിന് തന്നെ ഇതിൽ നിന്നും ആയിക്കോളും. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. സവാളയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. ഇപ്പോഴത്തെ സവാള കണ്ടിട്ട് ഇതേപോലെ അടിയിലൊക്കെ ബ്ലാക്ക് കളറാണ്. അത് നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ തൊലി കളഞ്ഞ് നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേർമയായി സ്ലൈസ് ആക്കി എടുക്കാം. അധികം നേർമയൊന്നും ആണെന്നില്ല. ചിക്കനിൽ കുറച്ച് വലുപ്പത്തിലാണ് സവാള വേണ്ടത്. അപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാളയും അതേപോലെ തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ മസാല ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സറിൻ്റെ ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. കുറച്ച് കൊപ്ര നമ്മൾ ഫ്രൈ ചെയ്തത് മാറ്റി വെക്കുകയാണ്. നമ്മൾ ചിക്കൻ കറിയിൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ചിക്കൻ കറിയിൽ നമ്മൾ കൊപ്ര അതേപോലെ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടാമത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊക്കെ മിക്സറിൻ്റെ ജാറിലേക്ക് തട്ടി കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായി വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടാതിന് ശേഷം ഇതിലേക്ക് സവാളയും അതേപോലെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു
ഇതിലേക്ക് ഒരു 6-7 പച്ചമുളക് സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പൈസി ആയിരുന്നു. ചിക്കൻ കറി കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അല്പം ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 തക്കാളി സ്ലൈസ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. അധികം വഴറ്റൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കൻ്റെ കൂടെ പിന്നെ വേവിക്കുമ്പോൾ എല്ലാം നന്നായി വെന്തുകൊള്ളും. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ ഇവിടെ മാറ്റി വെച്ച് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി നന്നായി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച മസാലയുടെ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ ചിക്കൻ വെന്തതിന് ശേഷം അതിലൊന്ന് ചേർക്കാം. പകുതി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ സൈഡിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസായതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവറും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുക്കള ചെറുതായത് കാരണം നമുക്ക് ട്രൈപ്പോഡൊന്നും വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ ചിക്കന് നന്നായി പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഓക്കെ, എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ബാക്കി വന്ന കുറച്ച് മസാലയിൽ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് നന്നായി കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി വന്ന നമ്മുടെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇതിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി പോലെ ചിക്കനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി നന്നായി തിക്കായി വരും. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ നെയ്യിൽ ഒന്ന് സവാള ചെറിയ ഉള്ളിയോ എന്തെങ്കിലും വഴറ്റിയിട്ട് ചേർത്ത് കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നില്ല ഇപ്പോൾ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൊപ്ര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ചിക്കൻ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി നല്ല ചൂടാണിത്, തണുത്ത് വരുമ്പോൾ നല്ല തിക്കായിക്കോളും. അപ്പോൾ നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ കുറച്ച് ഗ്രേവിയൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളെ കുറച്ച് അച്ചാർ, പിന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ നമ്മളെ ചിക്കൻ്റെ ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓക്കെ ഗായ്സ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി